അപ്പോൾ അതിൽ ഇതേ ക്ലാസ്സിനെ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉള്ളൂ, നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. റെക്കോർഡിങ് കണ്ട് വീണ്ടും കാണാൻ പറ്റും. ഒന്നൊരു സ്റ്റുഡൻറ്റ് ലീവാണ്, നാളെ സ്റ്റുഡൻസ് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പിംഗ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് പിന്നെ ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് ഓടിച്ച് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം, പക്ഷേ ഒന്നുകൂടി ഈസി ഇതായിരിക്കും, വീണ്ടും കാണാം. അഥവാ വൺസ് ഇപ്പോൾ പല ആൾക്കാർക്കും പല രീതിയാണ്. ഇപ്പോൾ വൺസ് ഒരു ക്ലാസ് കേട്ടു, അതായത് ആ ഒരു ടൈമിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് കിട്ടണം എന്നുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് പ്ലസ് ആൻഡ് മൈനസ് എല്ലാ അതിലുണ്ട്. പക്ഷെ നമുക്ക് സ്കെയിലബിൾ ആണ്, നമുക്ക് ഒരുപാട് ആൾക്കാർ സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജസ് ആണ് ഒരുപാടുള്ളത്. ഈ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ, ഫോർ എക്സാമ്പിൾ ഏതൊക്കെ വെർട്ടിക്കൽ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അത് പറയുമ്പോൾ മെക്കാനിക്കൽ സൈഡ് അല്ലെങ്കിൽ റിപ്പയറിംഗ് സൈഡ്, ഇങ്ങനെ ഇത്തരം എഡ്യൂക്കേഷൻസിനൊക്കെ ഇത് പോസിബിൾ ആണോ? അത് കമ്പാരിറ്റീവ്ലി റിസ്ക് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ടെക്നീഷ്യൻസിൻ്റെ ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡലൊക്കെ ഒരു പരിധി വരെ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ റിപ്പയറിങ്ങിലൊക്കെ വൺസ് ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്ഡേറ്റഡ് കോഴ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഓരോ വേർഷൻസുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ടാവും. പക്ഷേ ഈ ഓൾറെഡി ഇതിനൊരു ടച്ച് ഉള്ള ആൾക്കാർക്ക്, അഥവാ ഇപ്പോൾ ഐഫോണിൻ്റെ ഓരോ വേർഷൻസ് വരുമ്പോഴും അതിൻ്റെ ഒരു എന്താണ് റിപ്പയറിങ് സ്റ്റൈലൊക്കെ വേറെ ആയിരിക്കും. അത് ജസ്റ്റ് ഇവർക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന, കോഴ്സ് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഓൾറെഡി അവർക്ക് ടൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള അപ്സെല്ലിംഗ് കോഴ്സുകളൊക്കെ ആ ഒരു രീതിയിലേക്ക് പോസിബിൾ ആണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വെഹിക്കിൾ റിപ്പയറിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ഹൈബ്രിഡ് മോഡൽ വേണമെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാം. അതായത് ഈ ലാബ് പ്രാക്ടീസ് സൈഡ് വരുമ്പോൾ ഓഫ്ലൈനും അല്ലാത്ത തിയററ്റിക്കൽ സൈഡൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ഇതിന് ഈ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഒന്ന് ഇപ്പോൾ ക്ലാസസ് മോഡല്, ഇപ്പൊ എക്സാംസ്, ഇപ്പൊ PSC ആവട്ടെ, ഇപ്പൊ CSEM ആവട്ടെ, അങ്ങനത്തെ കൈൻഡ് ഓഫ് മോഡൽ എക്സാംസ്, ട്യൂഷൻസുകള്, സ്കൂൾ ട്യൂഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ്ലി ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും. ഡിഗ്രി ഒക്കെ ഇതിൽ തന്നെ ലൈവായിട്ടും റെക്കോർഡായിട്ടും. അതെ, പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, AI ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഇപ്പൊ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത് ക്ലയൻസിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ചെയ്യാം, ആർക്കെ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ വെച്ചാല് നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ഈ ഒരു വേഗത്തിലേക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ ഫണ്ടമെന്റലി ഇപ്പോൾ ഓഫ്ലൈൻ നമുക്ക് ഓൾറെഡി ഉണ്ട്, അതിന് നല്ല ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടി നമ്മളൊരു ബാക്കപ്പ് സ്റ്റഡി ആയിട്ട് മാത്രമാണ് ഈ ഒരു സെക്കൻഡും തേർഡ് പ്രൊഡക്റ്റ്, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അല്ലാത്ത പക്ഷേ നമുക്ക് ഇത് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ, ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടീമും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടിങ്ങും അതിൻ്റെ മാർക്കറ്റിങ്ങും ഇതൊക്കെ നമ്മൾക്ക് എന്തായാലും വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മളെന്താണ് അത് അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഇത് വേണമെങ്കിൽ എടുത്തതിന് ശേഷം, അഥവാ വൈറ്റ് ലാബിലോ പ്രൊഡക്റ്റ് ഫേസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മളെ ഒരു ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഫേസിൽ സൂമിലോ ഓരോ ഓഫ്ലൈൻ സൂം, അതുപോലെ ഓഫ്ലൈൻ അല്ല പറഞ്ഞാൽ സൂമിലൊക്കെ ഒരു ഓൺലൈൻ എടുത്ത് ഒന്ന് ട്രയൽ ചെയ്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്ട്രാറ്റജിയിലേക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഫേസിലാകെ നമുക്കൊരു മോഡൽ ഒരു 20 സ്റ്റുഡൻസിനെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് അത് ഓക്കെയാണ്, നമുക്ക് ഫൈനാൻഷ്യലി ഇതിൽ ഗ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും, ഇതിനൊരു നെക്സ്റ്റ് ഫേസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു മോഡലിലേക്ക് അപ്പോൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമായ ബേസിക് ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു അപ്ഡേറ്റ് കാര്യങ്ങളായിട്ട് ഓരോ ഫീച്ചേഴ്സ്. ചില ക്ലയൻസ് നമ്മളോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞുതരൂ എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ നമ്മുടെ ബിസിനസിനെ കുറിച്ച് നമുക്കാണ് ഇപ്പോൾ ഒരു ആൾ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ആപ്പ് ബിൽഡ് ചെയ്യാൻ അവർക്ക് അറിയണം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് അവരുടെ നീഡ്, പോസിബിൾ ആണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനനുസരിച്ച് ഏറ്റവും ബെറ്റർ രീതിയിലേക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ടെക്നിക്കൽ സൈഡ് അല്ല, നമുക്ക് ഇന്ന രീതിയിലാണ് നമ്മുടെ വർക്ക് ഫ്ലോ വരുന്നത്, ആ ഫ്ലോനെ നമുക്കൊന്നുകൂടി സ്ട്രക്ചർ ആക്കി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ആക്കാം. ഇപ്പൊ നമുക്കൊരു വീടുണ്ടാക്കണം, ആ വീടിന്റെ നമ്മളൊരു ആഗ്രഹം ഉണ്ടാവും, അതൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാനർക്ക്, എഞ്ചിനീയർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾ അതിനനുസരിച്ചാണ് അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെയും കൂടി സ്കില്ല് യൂസ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യും. എന്ന പോലെ തന്നെ നമുക്കൊരു ബേസ് ആണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക.
ഇത്രയാണ് മെയിൻലി നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഡൗട്ടാണ് എത്രത്തോളം കോസ്റ്റ് വരും. ഡെവലപ്മെന്റ് കോസ്റ്റ് ഓക്കെ, അതിന് പുറമെ ഈ മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കോസ്റ്റ്, ഈ സെർവർ കോസ്റ്റ് വരുന്നുണ്ടോ, അതുപോലെ സ്ട്രീമിംഗ് കോസ്റ്റുകൾ വരുന്നുണ്ടോ? ഇത് രണ്ട് കൈൻഡ് ഓഫ് സെർവേഴ്സ് ഉണ്ട്. ഒരു മെജോറിറ്റി ഒരു മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സെർവേഴ്സിനെ കുറിച്ച് പറയാം. ഒന്നൊരു സ്റ്റേബിൾ, നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട്, ഒരു ഇത്ര യൂസേഴ്സിന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് മന്ത്ലി പേ ചെയ്യുന്ന രീതിയിൽ, അത് വന്നാലും വന്നിട്ടില്ലെങ്കിൽ പേ ചെയ്യുന്ന രീതിയിലുള്ള സെർവേഴ്സുകളുണ്ട്. ആമസോണൊക്കെ പോലെ. ആമസോണിൽ രണ്ടും ഉണ്ട്, പക്ഷേ മെജോറിറ്റി അവരിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേബിൾ പാക്കേജുകൾ എടുക്കുന്ന മോഡലും ഉണ്ട്, ചെയ്താലില്ലെങ്കിലും നമ്മൾ ഫിക്സഡ് പേയ്മെന്റ് കൊടുക്കും. ഇപ്പൊ അതല്ലാത്ത സ്കെയിലബിൾ വേറെ ടൈപ്പ് ഓഫ് സെർവേഴ്സുകളുണ്ട്. അതെന്ന് വെച്ചാൽ യൂസേഴ്സ് ബേസ്ഡാണ്, എൻഗേജ്മെന്റ് ബേസ്ഡാണ്. ഇപ്പൊ നമ്മളൊരു ഇന്ററാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ടാവും, അത് മാത്രം. തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡിലാണ് അതിനെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒന്നുകൂടി അടിപൊളി. കാരണം എന്താ വെച്ചാൽ ചില ടൈമിൽ നമുക്ക് ഒരു ടൈമിൽ ഒന്നിച്ച് നല്ല യൂസേഴ്സ് വന്നു, ചിലപ്പോൾ നമുക്ക് കുറയാണ്, അപ്പോൾ അതിനനുസരിച്ച് വേരിയബിൾ ആയിക്കൊണ്ടിരിക്കും. മറ്റേ നമ്മൾ ആ പ്ലാൻ ഇങ്ങനെ കൂടോ കുറയോ എന്നുള്ള രീതിയിലേക്ക് നമ്മളൊക്കെ അങ്ങനെ കോസ്റ്റ് അവിടെ നല്ല രീതിയിൽ ചിലപ്പോൾ ബേൺ ആവും. പക്ഷെ ഇങ്ങനത്തെ സർവീസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഒരു സ്കെയിലബിൾ സർവീസ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഡെവലപ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് വരും നമുക്ക് നല്ല രീതിയിലേക്ക്. അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള സ്കില്ലായിട്ടുള്ള ആൾക്കാരിലേക്ക് അപ്രോച്ച് ചെയ്യാം. കാരണം ആ ഒരു മോഡലിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്കെയിലബിലിറ്റിയിലും പ്രശ്നം ഉണ്ടാവും, പിന്നെ ഭയങ്കരമായിട്ട് കോസ്റ്റ് പോകും. പിന്നെ കോസ്റ്റ് വളരെ കുറവായിരുന്നു കേട്ടോ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു റവന്യൂവിൻ്റെ ഒരു 5%, 2% to 5% വരെയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെയിൻ്റെനൻസ്. അത് വളരെ കുറവ്, 1% to 5% എന്ന് പറയാം. ഇത്രയൊന്നും 1% പോലും വരാത്ത ടീം വരെ ഉണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കാണ് എക്സാമ്പിൾ പറയണേ. കാരണം ഒരു സാധാരണ ഒരു ടെക്നോളജി ബേസ്ഡ് വലിയ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു 1% to 5% റവന്യൂവിൻ്റെ വരും എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1% വരാത്തതുണ്ട്. ഏറ്റവും മാക്സിമം ഓഫ്ലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, റെന്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. വളരെ തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് 2.5% റവന്യൂ എന്ന് നമുക്ക് നിൽക്കാണ്ടാണത്. ഇത്രയും വരുള്ളൂ. ഇത് സിമ്പിളാക്കി പറയണം. അതിൻ്റെ ഉള്ളത്തിൽ ഓരോ സ്റ്റെപ്പുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് വരുന്നത് കാര്യങ്ങൾ. പിന്നെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള, നമുക്ക് ഇതിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് യൂസേഴ്സിനെ മാനേജ് എക്സ്പീരിയൻസ് 1.7 മില്യൺ യൂസർ ബേസ് വരെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സിംഗിൾ ആപ്ലിക്കേഷൻ. അപ്പോൾ അവിടെ വരുന്ന കോസ്റ്റ്, എങ്ങനെയൊക്കെ കട്ടിങ്, ഇതിൻ്റെ സ്കെയിലബിലിറ്റി, ഇതൊക്കെയാണ്. കാരണം കേരളത്തിൽ വളരെ കുറവാണ്, ഒരു 1.something മില്യൺ യൂസർ ബേസിൽ ആപ്ലിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത ടീമുകൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് ഹൈ സ്കെയിലബിൾ പ്രോഫിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ബിൽഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത്. ഇതൊക്കെ തന്നെയാണ് കൂടുതൽ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്തൊക്കെ ഇന്റഗ്രേഷൻസ്, എന്തൊക്കെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്റഗ്രേഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചാറ്റ് ബോട്ട്, ചാറ്റ് സിസ്റ്റം, എക്സാം മൊഡ്യൂൾസ്, തന്നെ പല രീതിയിൽ പല വെർട്ടിക്കൽ കൊണ്ടുവരാൻ പറ്റും. അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നും കൂടി ലോങ് ആക്കാതെ ഒന്നുകൂടി സിമ്പിൾ ആക്കി. ഓക്കെ, താങ്ക് യു.